ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മുത്തശ്ശിയും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ SI വന്ന് പറയുകയാണ്, ഇപ്പോൾ തൽക്കാലം ഈ സമരം അവസാനിപ്പിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു തെളിവും ഒരു സൂചനയെ കിട്ടണ്ടേ, എന്നാലല്ലേ ഞങ്ങൾക്ക് അതിനനുസരിച്ച് നടപടിയെടുക്കാൻ കഴിയൂ. ഇത് ഒരു തെളിവും ഒരു സൂചനയും ഇല്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? മുത്തശ്ശി പറയണ, ഞങ്ങളുടെ സമരം ഞങ്ങൾ എന്തായാലും അവസാനിപ്പിക്കില്ല. എൻ്റെ മരുമകൾ പാർവതിയെ നിങ്ങൾ എവിടെയാണെങ്കിലും കണ്ടെത്തി ഞങ്ങൾക്ക് കൊണ്ടുതരണം, അല്ലാതെ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. പ്രിയയും ഒപ്പം തന്നെ അത് പറയുകയാണ്. SI പറയണേ, എങ്കിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പ്രിയയും മുത്തശ്ശിയും, എന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല, എത്രയും പെട്ടെന്ന് എൻ്റെ മരുമകൾ പാർവതിയെ കണ്ടുപിടിച്ച് തരണം എന്ന് പറയട്ടോ. അങ്ങനെ മുത്തശ്ശി പോലീസ് നീതി പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ രണ്ടുപേരും കൂടി സ്റ്റേഷന്റെ മുന്നിലിരുന്നു കൊണ്ട് സമരം ചെയ്യുകയാണ്. സമയം പാർവതിയെ കെട്ടിയിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് തങ്കച്ചിയും ശരത്തും കൂടി വന്നിട്ടുണ്ടാവും. എന്നിട്ട് തങ്കച്ചി ശരത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു മാറ്റവുമില്ല, ദൈവം എന്നോട് ഇപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോഴത്തേക്കും ദൈവം അത് തടയും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് കേട്ടപ്പോൾ തങ്കച്ചിക്ക് ഒരു സംശയം വരികയാണ്. നിന്നെ ദൈവം സഹായിക്കുകയല്ലേ ചെയ്തത്? മരിക്കാൻ പോയ നിന്റെ അമ്മയെ തിരിച്ചു തരികയല്ലേ ചെയ്തത്? പ്രഭാവതി അമ്മ ഇപ്പോൾ ജീവനോടെയെങ്കിലും ഉണ്ടല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത്? എൻ്റെ സങ്കടം തങ്കച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താടാ, വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്ക്, ഞാനത് പരിഹരിച്ചു തരാം. എനിക്കൊരു സംശയമുണ്ട്, നിന്റെ അമ്മ തിരിച്ചു വന്നാൽ നിനക്കെന്തെങ്കിലും തട്ട് കിട്ടുമോ? അല്ല, എന്താ തങ്കച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അപ്പം സിദ്ധു അകത്ത് തന്നെയാണ്, പക്ഷേ ഒരിക്കലും സിദ്ധു അങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. അല്ല, നീയാണോ ഇതിൻ്റെ പിറകിൽ? എന്താ തങ്കച്ചിക്ക് എന്താ ബുദ്ധിയില്ലേ? എൻ്റെ അമ്മയെ ഞാൻ കൊല്ലാനോ? എന്താ തങ്കച്ചി ഈ ചോദിക്കുന്നത്? അല്ല, നീയല്ലേ, നീ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. സ്വന്തം ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അത് കേട്ടപ്പോൾ ശരത്ത് പതർച്ചയോട് കൂടി പറയുകയാണ്, തങ്കച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, കാശിന് കാശ് തന്നെ വേണ്ടേ? ഇതിപ്പോൾ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നാൽ എത്ര കാശ് ചിലവാകും? എൻ്റെ കയ്യിൽ എവിടെയാണ് കാശ്? എനിക്കിപ്പോൾ തങ്കച്ചി സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. അപ്പോൾ തങ്കച്ചി പറയണേ, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെയുണ്ട്, നിന്നെ ഞാൻ സഹായിക്കാമെന്നൊക്കെ, പക്ഷേ അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞതാണ്, അത് നീ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. എനിക്കറിയാം കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും കൈമലർത്തുമെന്നുള്ളത്, എന്നാലും എനിക്കെൻ്റെ അമ്മയാണല്ലോ, എൻ്റെ അമ്മയെ എനിക്കങ്ങനെ കൈവിട്ട് കളയാനൊന്നും കഴിയില്ലല്ലോ. ദൈവം ഒന്ന് തീരുമാനിക്കട്ടെ, ഒന്നല്ലെങ്കിൽ എൻ്റെ അമ്മയെ തിരിച്ച് ദൈവം ജീവനോടെ തരട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ അമ്മയെ ദൈവം എത്രയും പെട്ടെന്ന് വിളിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തങ്കച്ചി? അപ്പോൾ ശരത്തിൻ്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തങ്കച്ചിക്ക് നല്ല സംശയം വരുന്നുണ്ട്. അപ്പോഴാണ് തങ്കച്ചിയുടെ ഫോണിലേക്ക് സ്വാമി വിളിക്കുന്നത്. അപ്പോൾ സ്വാമിയുടെ കോള് കാണുമ്പോൾ തങ്കച്ചി മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ശരത്തിന് ഇങ്ങനെ സംശയമുണ്ട്, ഇവരിപ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് സ്വാമി പറയാണ്, തങ്കച്ചി ഇപ്പോൾ എവിടെയാണുള്ളത്? എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് വരണം. എന്താ സ്വാമി, നിന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തോ? എന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തല്ല, പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്, അത് തങ്കച്ചിയൊക്കെ ബാധിക്കും. എന്താണ്? അല്ല, ആ പ്രിയയും മുത്തശ്ശിയും കൂടി പാർവതിയെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ. ആ കേസെങ്ങാനും ബലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തങ്കച്ചി അടക്കം എല്ലാവരും അകത്തു പോവേണ്ടി വരും. അതുകൊണ്ട് അവരുടെ സമരം എത്രയും പെട്ടെന്ന് തങ്കച്ചി വന്ന് നിർത്തണം, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അത് കേട്ടപ്പോൾ തങ്കച്ചി ഒന്നങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ശരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യം പറയുകയാണ്. പ്രിയയും മുത്തശ്ശിയും കൂടി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ സമരം ചെയ്യുകയാണത്രേ. അങ്ങനെയാവുമ്പോൾ ഇനിയിപ്പോൾ പാർവതി അമ്മയെ തടവിൽ വെച്ചത് ഞാനും നീയും ഒക്കെ ചേർന്നിട്ടാണെന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ചാൽ അതോടുകൂടി നമ്മൾ രണ്ടുപേരും അകത്താവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കണം, വാ നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞ് തങ്കച്ചിയും ശരത്തും സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയം വിശാലും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ്. മുത്തശ്ശിയും പ്രിയയും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടും നന്നായുള്ളൂ. ഇനിയിപ്പോൾ പോലീസുകാർ എത്രയും പെട്ടെന്ന് പാർവതി അമ്മ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതിനോടൊപ്പം തന്നെ ആ പ്രേമേച്ചിയെക്കുറിച്ചുള്ള വിവരവും ഇതിനോടൊപ്പം തന്നെ കിട്ടുമായിരിക്കും. എന്തായാലും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ എടുത്ത തീരുമാനം. അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കൂടി ഏർപ്പാടാക്കിയാലോ എന്നാണ്. കാശിന് കുറച്ച് ചിലവുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് നിരഞ്ജൻ ഒരു മറുപടിയും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ വിശാൽ, എന്തു പറ്റി, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്താണെന്നറിയില്ല വിശാലെ, എനിക്ക് വല്ലാത്തൊരു തളർച്ചയും ക്ഷീണവും വരുന്നു. എന്തു പറ്റി? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിശാൽ, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങി
ഉറങ്ങിയാൽ മതി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉറക്കം പോലും ഇല്ലാതെ അലച്ചിൽ തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാനൊരു ഡോക്ടറല്ലേ, അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് സുഖമായി ഉറങ്ങിയാൽ എൻ്റെ ഈ ക്ഷീണമൊക്കെ മാറും, അല്ലാതെ ഹോസ്പിറ്റലിലേക്കൊന്നും പോവേണ്ട. കാര്യം എന്തായാലും അക്ഷരയെ അറിയിക്കേണ്ട, അവൾ പേടിക്കും. ഇല്ല, ഞാനായിട്ടൊന്നും പറയില്ല എന്നൊക്കെ പറയട്ടോ. പിന്നീട് ദേവിക മനോഹരനെ ഇവർ സമരം ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മനോഹരൻ അത് കാണുമ്പോൾ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയ്ക്ക് ധൈര്യം? അപ്പോൾ ദേവിക പറയണേ, മുത്തശ്ശിക്ക് എന്തായാലും വൈറലാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഏതായാലും സാധിച്ചല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നമ്മളോട് പറയാതെ പോയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? മോൾ എന്തായാലും ആ പ്രിയയ്ക്ക് വിളിച്ച് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പറ, ഇത് കൂടുതൽ പ്രശ്നമാവും. ഞാൻ കുറേ നേരമായി പ്രിയയുടെ ഫോണിലേക്ക് വിളിക്കുന്നു, പക്ഷേ പ്രിയ ഫോൺ സൈലൻ്റ് ആക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചെന്തായാലും പ്രിയയെ ചീത്ത പറയുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ടായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് അവിടേക്ക് പോയാലോ? വേണ്ട അച്ഛാ, നമ്മളവിടെ പോയിട്ട് സംസാരിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ അതായിരിക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇടുക. അതുകൊണ്ട് ഇത് ആരെയാണോ ബാധിക്കാൻ പോകുന്നത് അവരെ ആവും ഇനിയിപ്പോൾ ഈ സമരം നിർത്താനുള്ള ആദ്യ പടി ചവിട്ടുക. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ തിരോധാനത്തിൻ്റെ പിന്നിൽ ആരാണോ കളിച്ചത് അവർ തന്നെ ഈ സമരം നിർത്താൻ വേണ്ടി ശ്രമിക്കും. അച്ഛൻ കണ്ടോ, അവർക്കിപ്പോൾ ഒന്ന് പേടിയായിട്ടുണ്ടാവും അന്വേഷണം എങ്ങാനും തീ പിടിച്ചാലോ എന്ന്. അതുകൊണ്ട് അവർ ആ സമരം അവസാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോവും. അച്ഛൻ കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ മനോഹരന് അപ്പോൾ ശരത്ത് തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ പിന്നിലും എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് ശരത്തും തങ്കച്ചിയും കൂടി സമരപ്പന്തലിൻ്റെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പ്രിയോട് ദേഷ്യപ്പെടുകയാണ്. ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ മുത്തശ്ശിയെ നീ ഇവിടെ സമരപ്പന്തലിൽ കൊണ്ടുവന്നിരുത്തിയത്? അത് ശരി, അപ്പോൾ ഇതും നിന്നോട് ചോദിക്കണമെന്നുണ്ടോ? ദേവികേച്ചിയോട് പോലും പറയാതെയാണ് ഇവിടേക്ക് വന്നത്, എന്നിട്ടിപ്പോൾ നിന്നോട് ചോദിക്കണമെന്നാണോ നീ പറയുന്നത്? ഇതിപ്പോൾ നിർത്തിയില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം? ഇതിപ്പോൾ നാണക്കേടാണ്, നിന്നോടാ പറഞ്ഞത് രണ്ടുപേരും സമരം നിർത്തിയേക്കാൻ. എന്താ ശരത്ത് മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ തങ്കച്ചി പറയണേ, അല്ല മുത്തശ്ശി എന്താ ഈ കാണിക്കുന്നത്? എന്തും ഏതും ശരത്തിനോട് പറഞ്ഞിട്ടാണല്ലോ ചെയ്യാറുള്ളത്, പിന്നെന്താ ഇക്കാര്യം മാത്രം ചെയ്യാതിരുന്നത്? മുത്തശ്ശി പറയണേ, അതിന് ഞങ്ങൾ ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളത്? എന്താ മുത്തശ്ശി ഒന്നും അറിയാത്തതുപോലെ? തെറ്റ് തന്നെയാണ്, പോലീസുകാർക്കെതിരെയാണ് സമരം വിളിക്കുന്നത്. ഇനിയിപ്പോൾ മുത്തശ്ശിയെ കൊലക്ക് കൊടുക്കാനാണ് ഇവളുടെ പരിപാടി. ഞങ്ങൾ എന്തായാലും ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ സമരം ഇനിയും ഇതിലധികമാക്കാനാണ് ഉദ്ദേശിച്ച്. കണ്ടില്ലേ, ഇവളുടെ ഉദ്ദേശം മുത്തശ്ശിയെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. മുത്തശ്ശി എന്തിനാ ഇവൾ പറയുന്നത് കേൾക്കാൻ നിന്നത്? ഇനിയിപ്പോൾ പോലീസുകാർക്ക് ദേഷ്യം പിടിച്ചാലേ അവർ മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയി ഇടും. സിദ്ധു ഇപ്പോൾ അകത്ത് കിടക്കുന്നത് മുത്തശ്ശി കണ്ടതല്ലേ, അതുപോലെ മുത്തശ്ശിക്കും ഈ വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കണമെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശരത്തും തങ്കച്ചിയും മുത്തശ്ശിയെ വല്ലാതെ അങ്ങ് പേടിപ്പെടുത്തുകയാണ് കേട്ടോ. അതോടുകൂടി മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ എനിക്കിനി സമരം ചെയ്യേണ്ട, വാ പ്രിയെ നമുക്ക് നിർത്താം, നമുക്ക് പോവാം, വീട്ടിലേക്ക് പോവാം. അപ്പോൾ പ്രിയ, എന്താ മുത്തശ്ശി പറയുന്നത്? നീ ശരത്ത് പറയുന്നത് കേൾക്ക് പ്രിയ, മതി, നമുക്കിനി സമരം ചെയ്യണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശിയെയും കൊണ്ട് ശരത്തും തങ്കച്ചിയും പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയ പറയുകയാണ്, ഞാനെന്തായാലും നിങ്ങളുടെ കാറിലില്ല, ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പ്രിയ അങ്ങ് നടന്നു പോവാണ്. ശരത്തിൻ്റെ ഉദ്ദേശം നടന്നു, സമരമൊന്ന് ചൂട് പിടിച്ച് വന്നതായിരുന്നു. അപ്പോഴത്തേക്കും അവൻ അവിടെ തടസ്സമിട്ടു എന്നുള്ള ഭാവത്തിൽ ദേഷ്യം പിടിച്ച് പ്രിയ പോവാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശി പറയണേ, ഞാനും പ്രിയോടൊപ്പം ഓട്ടോയിൽ പൊയ്ക്കോളാം, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി പ്രിയോടൊപ്പം ഓട്ടോയിൽ പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശരത്തിനും തങ്കച്ചിക്കും ആശ്വാസമാവുകയാണ്. സമരം നിർത്തി അവർ പോയതോടുകൂടി തങ്കച്ചി പറയാണ്, അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ ശരത്തെ, ആ പ്രിയയെ ഒന്ന് സൂക്ഷിക്കണം, അവൾ ആള് അപകടകാരിയാണ്. ഓ, അവൾ എന്താ, അവൾ എന്ത് ചെയ്യാനാണ്? അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഇതൊക്കെ ആ ദേവികയുടെ പണിയാണ്. ദേവികയുടെ പണിയല്ല, എനിക്ക് ഉറപ്പാണ്. ദേവിക ആരെയും മുൻനിർത്തി കളിക്കില്ല. അവൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ദേവിക തന്നെ നേരിട്ട് ചെയ്യും. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ കരുതുന്നത് പോലെയല്ല, പ്രിയയെ ഒന്ന് സൂക്ഷിക്കണം. അവൾ എന്ത് ചെയ്യാനാണ്? ഇതുപോലെ നിത്യ ഒരുപാട് ശ്രമിച്ചതാണ്, എന്നിട്ടിപ്പോൾ നിത്യ ഇപ്പോൾ എവിടെയാണ്? പരലോകത്ത്. അതുപോലെ ഇവളും അങ്ങ് ആവും. ഈ ശരത്തിനോട് കളിച്ചാൽ അവൾ വിവരമറിയും. തങ്കച്ചി പറയണേ, നീ എന്തായാലും പ്രിയയെ നിസാരക്കാരിയായിട്ട് കാണണ്ട, ദേവികയോടൊപ്പം നിൽക്കാൻ കഴിവുള്ളവളാണ് പ്രിയയും. അതുകൊണ്ട് നിനക്കിപ്പോൾ 2 ശത്രുക്കളാണ് ഉള്ളത്, അതുകൊണ്ട് നീ ഒന്ന് കരുതിയിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് തങ്കച്ചിയും ശരത്തും പോകുന്നത് കേട്ടോ. അപ്പോൾ തങ്കച്ചി പറയുന്ന വാക്കുകളിൽ കാര്യമുണ്ട് എന്ന് ശരത്തിന് മനസ്സിലാവുകയാണ്. ഇവരെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ദേവിക പ്രിയോട് പറയുകയാണ്, നീ എന്താ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഇതിന് പുറപ്പെട്ടത്? നീ എന്തിനാണ് വെറുതെ അപകടം വലിച്ചു വരുത്തുന്നത്? നിന്റെ വീട്ടുകാരോട് ഞാനാണ് സമാധാനം പറയേണ്ടത്, നീ എന്തിനാ വെറുതെ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? നമ്മൾ എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അതിൻ്റെ മുന്നും പിന്നും ആലോചിക്കണം, അല്ലാതെ എടുത്തു ചാടരുത്. ചേച്ചിയോട് ചോദിക്കാതെ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ഞാൻ ചേച്ചിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. അപ്പോഴത്തേക്കും മുത്തശ്ശി വരികയാണ്.
അല്ല ഞാൻ വൈറലായോ, ലൈക്ക് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വൈറലായി മുത്തശ്ശി, ഒരുപാട് ലൈക്കും കിട്ടി. കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവാണ്ട്. അപ്പോഴത്തേക്കും മനോഹരനും അവിടേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇങ്ങനെ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയാകുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കും, എന്നിട്ട് അടുത്ത ഇലക്ഷന് ഞാനും നിൽക്കും, എന്നിട്ട് എനിക്കും വേണം ജയിക്കൽ എന്ന് പറയുമ്പോൾ, ഓ ഈ വയസ്സുകാലത്ത് ചെറിയ ആഗ്രഹമൊന്നുമല്ലല്ലോ. അങ്ങനെ ദേവിക പ്രിയയോടും മുത്തശ്ശിയോടും ചോദിക്കുകയാണ്, അല്ല നിങ്ങളിപ്പോൾ സമരം അവസാനിപ്പിക്കാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ സമരം അവസാനിപ്പിക്കാൻ കാരണം ആ തങ്കച്ചിയും ശരത്തുമാണ്, അവരവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി മനോഹരനും ദേവികയും, അപ്പോൾ പാർവതി അമ്മയുടെ തിരോധാനത്തിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ് എന്ന് അവർക്ക് സംശയം വരിക കേട്ടോ. അതുപോലെ രംഗനും അച്ഛനും കൂടി സംസാരിക്കുകയാണ്. ചന്ദ്രയിൽ അവർക്ക് സംശയം കൂടി വരികയാണ്. ഇതുവളിയനെ കുടുക്കിയത് ചന്ദ്ര തന്നെയാണെന്ന് അച്ഛ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അളിയനോട് ദേഷ്യമുള്ളത് ചന്ദ്രയ്ക്കും ശരത്തിനും ഗച്ചിക്കുമാണ്. അപ്പോൾ ഇവരിൽ 3 പേരിൽ ആരോ ഒരാളാണ് കുഞ്ഞളിയനെ കുടുക്കിയിട്ടുള്ളത്. അതാണ് അച്ഛ കണ്ടുപിടിക്കേണ്ടത് എന്ന് രംഗനും അച്ഛനും കൂടി പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.